ഒരു റിലീജിയസ് റിച്വലിന് പോയതിനെക്കാട്ടിലും സൗദി കാണാം, മെക്ക കാണാം, കഅബ കാണാം എന്നൊക്കെയുള്ള ഇൻട്രസ്റ്റിലാണ് പോയത്. പക്ഷേ നമ്മൾ ആ കഅബയിൽ എത്തുമ്പോൾ ദർ ഈസ് എൻ എനർജി ദറ്റ് നമ്മൾ അറിയാണ്ട് കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഒരു റിഫ്രഷിങ് ഒരു സാധനമുണ്ട്. എനിക്ക് അമ്പലം ഇതുപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഈ വിളക്കും അതിൻ്റെ ഒരു ഇതും മണിയുടെ ശബ്ദമൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓഫ് കോഴ്സ് ദ എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് ആണ്. പക്ഷെ രണ്ടും എനിക്ക് പീസ് തരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ മോനുണ്ട്, അപ്പോൾ മോൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിച്ച ആ രീതിയിലാണോ അവനെ ഗ്രൂം ചെയ്തെടുക്കുന്നത്? ഇല്ല, അവൻ വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ റിലീജിയൻ ഏതാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഹ്യൂമൻ ആണെന്ന് പറയണേ, വേറെ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെ ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അത് മാത്രമല്ല മോനു, വേറെ ഒരുപാട് റിലീജിയൻസ് ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഫസ്റ്റ് പഠിച്ചിട്ട് ഇഫ് യു വാണ്ട് ഫോളോ സംതിങ് യു ക്യാൻ ഫോളോ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ പല നടിമാരും ഞാൻ ഇന്റർവ്യൂ ചെയ്യപ്പോൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ സെൽഫ് ഡൗട്ട് വരും, ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കണോ, കാരണം അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള വർക്ക് കിട്ടാതെ വരുമ്പോൾ എല്ലാവരും ചെറിയ തോതിലൊരു ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പല നടിമാരും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർക്ക് റോളുകൾ കിട്ടുന്നത് എന്നുള്ളൊരു, അതിനകത്ത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ? ഒട്ടും ഇല്ലാതെ അങ്ങനെ ഒരു കാര്യം വരില്ല. ഇപ്പം ഞാൻ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ്, അതായത് അക്കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് മുന്നേ ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ കുറച്ച് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് സിനിമയെ വിചാരിച്ചിരുന്നതേ അങ്ങനെയാണ്. അപ്പം നമുക്ക് ഓൾറെഡി വി ഹാവ് എ പ്രീ കൺസീവ്ഡ് നോഷൻ ദാറ്റ് ഹൂഎവർ ഇസ് കോളിങ് അസ് ഇസ് ഗോണ ആസ്ക് സംതിങ് ലൈക്ക് ദിസ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം മേ ബി അത് മാനിഫെസ്റ്റ് ചെയ്താണോ എന്ന് അറിയില്ല. ഐ ഹാഡ് എക്സ്പീരിയൻസസ് ലൈക്ക് ദാറ്റ്. പക്ഷേ കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം മേ ബി അത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് അതെൻ്റെ ഒരു പ്രിവിലേജ് ആണ്. കക്ഷി അമ്മിണിപ്പിള്ള കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്നെ അറിയാം. സോ ഇൻ്റർവ്യൂസ് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്നെ അറിയാമായിരിക്കും. ആ അറിയുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് പിന്നെ സിനിമകൾ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന ഒരാളുടെ അവസ്ഥ എന്താണ് നമുക്ക് അറിയില്ല. ബട്ട് ഐ ഫീൽ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. കഴിഞ്ഞൊരു 5-6 വർഷത്തിൽ ദറ്റ് വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ ചെയ്യണം എന്ന് മാത്രം വിചാരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരത്രയും പാഷനേറ്റ് ആണ്. ഇപ്പം രഞ്ജിത്ത് സാറും ബാഹുവും ഒക്കെ അടക്കം, ഹുസൻ, ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് പേര്, അവർ രോഹിത്, എല്ലാവരും സിനിമ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ല. അങ്ങനത്തെ ആൾക്കാരെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഉറപ്പാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പക്ഷേ ദാറ്റ് ഡസൻ മീൻ നമ്മൾ ദുബായ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ദുബായ് ഇല്ലെന്ന് അർത്ഥമില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇല്ല എന്നുള്ള ഒരർത്ഥം എനിക്കില്ല. പിന്നെ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഗ്രേ ഏരിയ ആണ്. ഇപ്പം എന്നെ ഒരാൾ വിളിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ആവശ്യം പറയാണ്, എൻ്റെ മൊറാലിറ്റി എന്നെ അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്താൽ എന്താ കുറ്റം എന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. ഐ മീൻ ലൈക്ക് ചിലപ്പോൾ അവർക്ക് മറ്റു പലതുമായിരിക്കും. അതായത് ഇപ്പൊ എന്നെ വിളിച്ച ആള്, എന്നെ വിളിച്ച ആൾക്ക് അത് എന്നെ വിളിക്കുന്നു, അപ്പൊ എനിക്കതൊരു പ്രശ്നമല്ല. ഐ മീൻ ഐ ഡോണ്ട് മൈൻഡ്. അങ്ങനെ എൻ്റെ അടുത്ത് പല ഡയറക്ടേഴ്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആസ് ഇൻ അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട് എന്ന്. ഐ മീൻ വി ആർ റെഡി ടു ഡു എനിത്തിങ് എന്ന് പറയുന്ന കുട്ടികളുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നു അവിടെയാണ് ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നതെന്നാണ്. അത് എന്താ അപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അവിടെ ആപ്റ്റായിട്ട് വരേണ്ട ഒരാൾക്ക് പകരം ഒരു കുറുക്ക് വഴി കൂടെ ഒരാൾ വരികയാണ്. അത് പിന്നെ 10 പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും. 10 പേര് ഇൻഡസ്ട്രി ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ആ 10 പേരും ഇങ്ങനെയാണ് സിനിമയിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉണ്ടാകുമ്പോൾ ടാലൻറ്റ് മാത്രം നോക്കി ചിലപ്പോൾ ഒരാൾ കാസ്റ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ അതൊരു സീരിയസ് ഒരു പ്രശ്നമാണ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എൻ്റെ ബോഡി അല്ല എനിക്ക് എന്തും ചെയ്യാമല്ലോ. നോ, യു ആർ ആക്ച്വലി ഷോയിങ് എ വെരി റോങ് എക്സാമ്പിൾ ടു ദ പീപ്പിൾ ഹു ആർ പാഷനേറ്റ്ലി വർക്കിംഗ് ഓൺ ദെയർ ക്രാഫ്റ്റ്. അപ്പോൾ അത് റോങ് തന്നെയാണ്. യു കാൺ സേ ലൈക്ക് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആയിരുന്നു. നോ, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. നമ്മൾ എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നത്? എക്സാം എഴുതും, അതുപോലെ ഓഡിഷൻ ചെയ്യണം. ഓഡിഷന് നമ്മൾ സിനിമയിലേക്ക് വരണം. സ്റ്റിൽ അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? ഐ തിങ്ക് സോ. ഐ മീൻ എൻ്റെ മുന്നിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ആഫ്റ്റർ അമ്മിണിപ്പിള്ള ഫോർ ഷുവർ. പക്ഷേ ഐ തിങ്ക് ദർ ആർ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നേരത്തെ ഇപ്പം അമ്മിണിപ്പിള്ളയ്ക്ക് മുന്നേ അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഫീൽഡിലേക്ക് പോകണോ, പ്രശ്നമാവോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ഗാർഡ്സ് ഇങ്ങനെ വെച്ചിട്ട് നിൽക്കും, യുനോ. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ അങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സിനിമ പോയി ഒരു ദിവസം വർക്ക് ചെയ്തു. ആ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് അന്ന്, അപ്പം അയാൾ വിളിച്ച് സംസാരിച്ചത് തന്നെ അത്ര സുഖം ഉണ്ടായിരുന്നില്ല.
ദെൻ ഡയറക്ടറാണ് എന്നെ കാസ്റ്റ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഐ വെൻറ്റ് ആൻഡ് ഐ ആക്റ്റഡ് 1 day. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ബിക്കോസ് ഐ നോ ദറ്റ് ഈ ആളാണ് എനിക്ക് താമസ സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാം, ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട്. സോ ഐ സെഡ് ഐ വിൽ സ്റ്റേ ദെയർ ആൻഡ് ഐ വിൽ കം ഫോർ ദ ഷൂട്ട്. ഉടനെ ഇയാൾ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അതെന്താണ് അങ്ങനെ, നമ്മളെ വിശ്വാസം ഇല്ലാത്ത പോലെ, അങ്ങനെയാണെന്ന്. പിറ്റേ ദിവസം ആക്ച്വലി ആ ഷൂട്ട് നടന്നില്ല, കുറച്ച് മെസ്റ്റപ്പ് ആയിരുന്നു ആ ഷൂട്ട്. ആൻഡ് ഐ കെയിം ബാക്ക് ടു കൊച്ചിൻ ആൻഡ് ദെൻ ദേ ഡിഡ്ന്റ് കോൾ മീ. ആൻഡ് ഐ തിങ്ക് ഹീ സെഡ് സംതിങ് ലൈക്ക് ഞാൻ അവൈലബിൾ അല്ലാന്നോ മറ്റോ ഡയറക്ടർ എടുത്ത് പറഞ്ഞു. ദേ കൻ ഡു എനിത്തിങ് അല്ലേ അങ്ങനത്തെ ആൾക്കാർക്ക്, ഇടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. പക്ഷേ ഇപ്പം ഞാൻ ഈ ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്ത പ്രൊഡക്ഷൻ കൺട്രോളേഴ്സൊക്കെ എന്ത് പ്രൊഫഷണലാണെന്നറിയോ. ഇപ്പോൾ ഷെബീർ ക, ഡിക്സൺ ചേട്ടൻ, ഞങ്ങൾ ഉണ്ടായിരുന്ന ഷാഫി ചെമ്മാട്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ. പക്ഷെ ഇങ്ങനത്തെ ഒരാൾ മതി. ഞാൻ അതിനുശേഷം ഐ ആക്ച്വലി ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് വരുന്നത് കുഞ്ഞു ക്യാരക്ടേഴ്സ് ആയിരിക്കുമെങ്കിൽ പോലും അതുപോലെ എനിക്ക് പേടിയായിരുന്നു ബിക്കോസ് ഓഫ് ദിസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ ഇപ്പോൾ പല നടിമാരുടെയും ഒന്നെങ്കിൽ അച്ഛനമ്മമാർ കാണും കൂടെ, അല്ലെങ്കിൽ ആരെങ്കിലും കാണും കൂടെ. പക്ഷേ എന്നാൽ പല നടിമാരും ഒറ്റയ്ക്കാണ് ലൊക്കേഷനിലേക്കും ചിലപ്പോൾ പല ദൂര സ്ഥലങ്ങളിലേക്കും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. എന്താണ് ഷിബ്ലയ്ക്ക് തോന്നിയിട്ടുള്ളത്? ഷിബ്ലയും പല ലൊക്കേഷനിലേക്കും ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്യുന്നത്? അതൊരു സേഫ് ആണോ സിനിമ ലൊക്കേഷൻ? ഇപ്പോൾ ഷിബ്ലയുടെ കാര്യത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എന്താണ് ഷിബ്ലയ്ക്ക് തോന്നുന്നത്? ഇപ്പോൾ ഒരു നടിമാർ ഒറ്റയ്ക്ക് ലൊക്കേഷനിൽ ഇത്രയും യാത്ര ചെയ്ത് പോകുന്നത് അത് സേഫ് ആണോ? സേഫ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ബിക്കോസ് സിനിമ ഇസ് എ പ്ലേസ് വേർ വി ആർ വർക്കിംഗ് ഓൺലി ഓൺ ദ ബേസ് ഓഫ് ട്രസ്റ്റ്. നമ്മൾ ആ വരുന്ന ഡ്രൈവർ ചേട്ടനെ തൊട്ട്, നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുന്ന ചേട്ടനെ തൊട്ട്, നമ്മൾ ചിലപ്പം നമ്മളെ റൂമിലേക്ക് ആക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് കാര്യം ചിലപ്പോൾ സംസാരിക്കേണ്ട വേറൊരു, എല്ലാവരും ട്രസ്റ്റ് ചെയ്ത് മാത്രം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസാണ് സിനിമ. അപ്പോൾ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. അതല്ലെങ്കിൽ അത് ആക്കാൻ എന്ത് ചെയ്യണോ അത് ചെയ്യണം. എനിക്കങ്ങനെ ഈ പറഞ്ഞതുപോലെ അങ്ങനത്തെ കാര്യത്തിലൊന്നും യാതൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ കൊറോണ സമയത്തൊക്കെ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഡ്രൈവർ വന്ന് പിക്ക് ചെയ്ത്, ഡ്രൈവർ വന്ന് ഡ്രോപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതെന്തെങ്കിലും പിന്നെ അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകേണ്ട സ്ഥലമല്ലല്ലോ നമ്മുടെ വർക്ക് സ്പേസ്. നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകാറില്ലല്ലോ. അപ്പം നമ്മൾ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ആക്ച്വലി. പിന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ആ വറി ഉണ്ടാവുന്ന എവിടെ നിന്നാണ്? അവർ ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കൂടെ വരാതിരിക്കുകയും സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നിങ്ങളെ കൂടെ വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനെ ഒരു പൊതുവേ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് അങ്ങനെ ഒരു സംസാരം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം അത് മാറ്റുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ഐ തിങ്ക് ഇപ്പം ഇറ്റ് ഇസ് മച്ച് ബെറ്റർ. ഞാൻ ആരും അങ്ങനെ അമ്മേനെ അച്ഛനും കൊണ്ടുവരുന്നത് റീസെൻ്റ്ലി ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ എങ്ങായിട്ടുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞു, കുട്ടികളുടെ കൂടെ ഓഫ് കോഴ്സ് അമ്മയും അച്ഛനും വരും. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ പക്ഷേ ഇപ്പം ഞാൻ അമ്മ ഷോൻ്റെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്. റിഹേഴ്സൽ ക്യാമ്പ് ഒരു ചാനലിന് വേണ്ടി ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. ആ റിഹേഴ്സൽ ക്യാമ്പിന് വരുമ്പോൾ പോലും ഐ കുഡ് സീ 10 actors and 10 mothers with them. മനസ്സിലായോ? അങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയണേ. പക്ഷെ ഇന്നിപ്പം ഞാനിപ്പോൾ നിഖിലയും വർക്ക് ചെയ്തു. നിഖില ഒറ്റയ്ക്കാണ് വരുന്നത്. ഒരു അസിസ്റ്റന്റ് അവളുടെ ആവശ്യങ്ങൾക്ക് കൂടെ ഉണ്ടാവുന്ന ഒഴിച്ചാൽ ഒറ്റയ്ക്കാണ് വരുന്നത്. ഞാൻ പറയുന്നത് എപ്പോഴും പെണ്ണുങ്ങളുടെ കൂടെയല്ലേ ആൾക്കാർ പോകുന്നേ. ആക്ടേഴ്സിന്റെ കൂടെ അമ്മമാരും അച്ഛന്മാരും വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ട്രസ്റ്റ് വർത്തി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇപ്പോൾ ആക്ട്രസ് സമാന്ത ഒരു പ്രഖ്യാപനം നടത്തിയായിരുന്നു. തുല്യവേതനം. സമാന്തയുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന സിനിമയിൽ അതിൽ അഭിനയിക്കുന്ന നായകനും നായികയ്ക്കും ഫീമെയിൽ ആൻഡ് മെയിൽ ആക്ടേഴ്സിനെല്ലാം തുല്യവേതനം എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ താരങ്ങൾ ഒരുപാട് പ്രതിഫലം ചോദിക്കുന്ന വലിയ പ്രശ്നമാണെന്നുള്ള നിലയിൽ ഇപ്പോൾ നേരത്തെ മുതലേ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ ഫീമെയിൽ ആക്ടേഴ്സിന് തുല്യവേതനം കിട്ടുന്നില്ല, വളരെ ചെറിയ തുകയാണ് കിട്ടുന്നത് എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് ഷിബിലയ്ക്ക് തോന്നിയിട്ടുള്ളത്? ഈ വേതനം പരിഹരിച്ചാൽ, അതായത് താരങ്ങൾ ചോദിക്കുന്ന വേതനം അതൊന്ന് താഴ്ത്തിപ്പിടിക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ പ്രതിസന്ധി അതിനൊരു പരിഹാരമാവോ? ചില ആൾക്കാർക്ക് സെൽഫ് വർത്ത് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ലൈക്ക് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ലൈക്ക് വാട്ട് വി ആർ ബ്രിങ്ങിങ് ഓൺ ടു ദ ടേബിൾ അല്ലേ. അത് യൂഷ്വലി ഇവിടെ എല്ലാം ഒരു മെയിൽ കേന്ദ്രീകൃത കഥകൾ വരുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് അവർക്ക് കൂടുതൽ ഡേയ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അവരുടെ ഷോൾഡറിലാണ് സിനിമ മോശമായാൽ അവരെയാണ് നമ്മൾ പറയുക.
അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മെയിലിന് ചിലപ്പം പൈസ അത് അങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. അതായത് പണ്ടത്തെ കാലം തൊട്ട് തന്നെ ഇപ്പം ആക്ടർ വർക്ക് ചെയ്യേണ്ടി വരുന്നത് 20 ദിവസവും ആക്ട്രസിന് ചിലപ്പോൾ 3 ദിവസം മതിയായിരിക്കും. അങ്ങനെ ഉണ്ടായ ഒരു പാരിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതൊരു കൺവീനിയൻസ് ആക്കി എടുത്തിട്ട് ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ടു ബി വെരി ഫ്രാങ്ക് ആയിരുന്നു, ഞാൻ ലാസ്റ്റ് ഒരു 1 മന്തിൽ സംസാരിച്ച വളരെ പ്രമുഖരായിട്ടുള്ള 3 ഡയറക്ടേഴ്സ് പറഞ്ഞത് അവരുടെ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എന്നാണ്. അതെ അതെ, ഇപ്പൊ പല സിനിമകളിലും ഫീമെയിൽ ആക്ടേഴ്സേ ആക്ച്വലി ഷോക്കിംഗ് ആൻഡ് വെരി ഡിപ്രസിങ് ആ നിലയ്ക്ക്. ബിക്കോസ് ദേ ഹാവ് എ ഫീലിംഗ് ദറ്റ് എനിവേ ദേ ആർ വിസിൽ ബ്ലോവേഴ്സ്, ദേ ആർ ഗോയിങ് ടു ക്രിയേറ്റ് പ്രോബ്ലം. എന്തിനാ വെറുതെ നമ്മളൊരു തലവേദന എടുക്കുന്നത്, അങ്ങനെ വിചാരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ഇപ്പം ഞാനീ സംസാരിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ അവരുടെ കഥ അങ്ങനെ ആവശ്യപ്പെടുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് 20 കഥ ഉണ്ടാകുമ്പോൾ 12 കഥ അങ്ങനെ ആവശ്യപ്പെടുന്നത്? നമ്മൾ സ്ത്രീകൾക്കും കഥകളില്ലേ? അപ്പോൾ സ്ത്രീകളുടെ കഥകൾ എഴുതാനും അതിനെ നന്നായിട്ട് ലോഞ്ച് ചെയ്യാനും പ്രൊഡ്യൂസേഴ്സും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ റെഡി ആവുന്ന സമയത്താണ് ഇങ്ങനെ ഈ വ്യത്യാസമില്ലാതെ ആവുള്ളൂ.